ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അടിപൊളി ടേസ്റ്റും കാണാൻ മനോഹരമായിട്ടുള്ള അറബിക് ഡിഷായ കുനാഫയുടെ റെസിപ്പിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായി ആദ്യം വേണ്ടത് കുനാഫ ഡോ ആണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഹോം മെയ്ഡായി പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാനിവിടെ വാങ്ങിച്ചത് സൂപ്പർ മാർക്കറ്റിലാണ്. ഈ രീതിയിലാണ് ഇതിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒരുപാട് കുനാഫ ചെയ്തെടുക്കാമെന്ന് തോന്നും, പക്ഷേ ഇത് പൊടിച്ച് വരുമ്പോൾ കൃത്യം ഒരു കുനാഫ ചെയ്യുന്ന അളവേ കാണുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല രീതിയിൽ എല്ലാം നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരണം. ഈ ഒരു രീതിയിൽ മതിയാവും കേട്ടോ. ഇനി വേണ്ടത് ബട്ടറാണ്. കുനാഫ ഡോവിൻ്റെ അളവ് അനുസരിച്ചാണ് ബട്ടർ എടുക്കേണ്ടത്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ആ മെൽറ്റായ ബട്ടർ കുനാഫ ഡോവിൽ മുകളിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഈ ബട്ടർ മുഴുവനും ആ കുനാഫ ഡോവിൽ അബ്സോർവ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നല്ല രീതിയിൽ ബട്ടർ എല്ലായിടത്തും കുനാഫ ഡോവിൽ എത്തണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ അവസാനം കിട്ടും. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ 250 കപ്പിൽ അളവിൽ 1 കപ്പ് പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ള പാൽ വേണം ഒഴിക്കാൻ. ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പാലും കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കണം. മിക്സായി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, അപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണെങ്കിൽ 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതിയാകും. പെട്ടെന്ന് തന്നെ ഒരു കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വരും. കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതിയാകും. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും. ഇത് കൃത്യം പരുവത്തിൽ എത്തിയിട്ടില്ല. ഇനിയും നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. നല്ല തിക്കായിട്ട് വരും. നല്ല തിക്കായി വരുമ്പോഴേ ഗ്യാസ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതുവരെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് കറക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ചെറിയ പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കുക. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ തടവിയ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കുനാഫ ഡോ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ആദ്യം ലെയറായിട്ട് കൊടുക്കണം. നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കണം. ഇട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാൻ നമുക്ക് ഒരു പരന്ന പാത്രമോ ഒരു ഗ്ലാസ്സോ എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. നന്നായിട്ട് അമർത്തി എടുക്കണം. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീം ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ആ ഡോവിൻ്റെ പുറത്തോട്ടൊന്നും പോകാൻ പാടില്ല. അകത്ത് തന്നെ ആ ഫില്ലിങ്സ് ഒന്ന് വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. സ്പൂൺ കൊണ്ടോ സ്പാച്ചിൽ കൊണ്ടോ ആ ക്രീം എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ചീസ് എല്ലായിടത്തും ഒന്ന് ഇട്ടതിന് ശേഷം ഇനി ഇത് അടുത്ത ഫില്ലിങ്സ് നമുക്ക് വെക്കേണ്ട സമയമായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബാക്കി വന്നിരുന്ന കുനാഫയുടെ ഡോ ഫുള്ളും ഫില്ല് ചെയ്ത് കവർ ചെയ്തെടുക്കണം. അതാണ് അടുത്ത പരിപാടി. ആ ക്രീമും ചീസും എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് വേണം കുനാഫ ഡോ ഇട്ട് കൊടുക്കാൻ. അടുത്ത ലെയർ ഫുൾ കവർ ചെയ്തിരിക്കണം. ഒരു സ്പാച്ചിൽ കൊണ്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി കറക്റ്റ് ലെവലാക്കി എടുക്കണം. അതിനുശേഷമാണ് നമുക്ക് അടുത്ത പരിപാടി. വേറെ ഒന്നല്ല, ഇത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിതിനെ സ്റ്റൗവിലോട്ട് മാറ്റാവുന്നതാണ്. ഓർക്കുക, ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. 10-12 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കണം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2-3 ഏലക്ക ഇട്ട് നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അപ്പുറം സൈഡിൽ കൂടെ ഒന്ന് വേവണം. ഈ സൈഡ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തിരിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പുറം സൈഡ് അത് വേവണം. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം.
അപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുനാഫയെ മറ്റൊരു പാത്രത്തിലാക്കിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് കുറച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കുനാഫയിലോട്ട് ഈ ഷുഗർ സിറപ്പ് അബ്സോർവ് ആകും. അങ്ങനെ അബ്സോർവ് ആകണം, അപ്പോഴാണ് കറക്റ്റ് ആ ലെവൽ കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സംഭവം നല്ല ടേസ്റ്റാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റായിട്ട് എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രൈ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.